അവസാനമായിട്ട് ബിവറേജസിൽ പോയത് എപ്പോഴാണ്? പോയി എന്തെങ്കിലും ക്യൂ നിന്ന് മേടിച്ചിട്ടുണ്ടോ? ക്യൂ നിന്ന് മേടിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ഹണി ബി പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് ജീനൊരു ഐഡിയ ആയിരുന്നു. ഇവിടുന്ന് നമുക്ക് കൊച്ചിയിൽ നിന്ന് നമുക്ക് മേളിലേക്ക് മറ്റേ മലബാർ സൈഡ് മേളിലൊക്കെ പോണ വഴി പല പല മെയിൻ ഡെസ്റ്റിനേഷൻസിലെ ബിവറേജസിൽ ചെന്നിട്ട് ഹണി ബി മേടിക്കുന്നു, അതിന്റെ കുറച്ച് ഷോർട്സ് അങ്ങനെ എടുത്തിട്ട് പോവാ ഓരോരോ സ്ഥലങ്ങൾ. അല്ലാത്ത പോയിട്ടില്ല. ഇല്ലില്ല, ഞാൻ പോയിട്ടില്ല. ഇല്ല, ആരെങ്കിലും വിടുള്ളൂ. അതായിരിക്കാം, പക്ഷെ ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് മലപ്പുറത്ത് ഏതൊരു സ്ഥലത്ത് ഇതേ സംഭവം തന്നെ നടന്നു. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നു. നമ്മുടെ അസോസിയേറ്റ് നിതിൻ ചേട്ടൻ മറ്റേ ഡയറക്ടറായിട്ട് നിൽക്കുന്നു. ഫായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസിസ്റ്റന്റ് ക്യാമറ, പുള്ളി ക്യാമറമാനായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഫായ് ക്യാമറമാനാണ്. അവരവിടുന്ന് എടുക്കുന്നു. അപ്പൊ ഞാനിപ്പോ നമുക്ക് നല്ല ബിവറേജിന്റെ ഇതിന് സ്റ്റിക്കർ വിളിച്ചിട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്ന വലിയൊരു ബോർഡ്. അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഫായ് നമുക്ക് ആക്ച്വലി ഇതിനകത്തൊരു വൈഡും ഇട്ട് നല്ല ഭംഗിയുണ്ടാകും. ഞാൻ എടുത്തിട്ട് അതിനെ എടുക്കാൻ വേണ്ടി ചെന്നു. തിരിച്ചു വരുമ്പോ കാണുന്നത് ഇവര് രണ്ടുപേരും എയറിൽ നിൽക്കുക, ക്യാമറ എറിയുന്നു. ഞാൻ പണി പാളി. എനിക്ക് ഞാനിപ്പോ എന്ത് പറ്റി കേട്ടാന്ന് പറഞ്ഞപ്പോ അവര് ഇവരെ ഉമ്മാര് വീഡിയോ എടുക്കാൻ വന്നേക്കണ മോനെ, ഞാൻ എന്റെ കൂടെ ഉള്ളതാ. ഞാൻ ഒറ്റയ്ക്ക് നേരെ തിരിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. എനിക്കറിയാം ഇപ്പൊ വരുന്നു, നമുക്ക് കാണാം. ഇവര് പറന്ന് ക്യാമറ കേട്ട് ഓടി വരുന്നു. ചാടി ഞങ്ങൾ ഓടിച്ചിട്ട് ഇടിയിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു. പുറകെ ഓടി വന്നു വണ്ടിയുടെ. അതായിരുന്നു അവസ്ഥ. പിന്നെ ബിവറേജ് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. അല്ല, റൗണ്ട് നുണ പറയാന്നുള്ളതായിരുന്നില്ല. ഇതിങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് അവിടെ കച്ചറ ഉണ്ടാക്കിട്ട് പിടിച്ചതല്ല. ഇത് മേടിക്കാൻ വരുമ്പോ കച്ചറ ഉണ്ടാക്കണേ. കണ്ടിട്ടില്ല ബിവറേജിലേക്ക് മിണ്ടാണ്ട് എല്ലാവരും ലൈനിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ കച്ചറ ഉണ്ടാക്കില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പുറത്തുനിന്ന് കച്ചറ ഉണ്ടാക്കണേ. ടൊവിനോയുടെ റീസെന്റ് ഞാൻ കണ്ടുവരുന്നതാണ്. അതായത് ആ ഒരു വൈറൽ ട്രെൻഡ് വന്നല്ലോ, ടൊവിനോ ഇതിന് താഴെ കമന്റ് ചെയ്താൽ ഞാൻ മറ്റേത് ചെയ്യും, ഇവര് പറഞ്ഞാൽ ഞാൻ പഠിക്കും, മറ്റത് മറിച്ചെന്നൊക്കെ. അപ്പൊ താങ്കൾ അടി ചെന്നിട്ട് കൂടി നിർത്താന്ന് പറഞ്ഞ ചേട്ടന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചാൽ മതി. ശരിക്കും ആ ചേട്ടൻ കുറച്ചോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ചേട്ടൻ ചേട്ടാ കമന്റ് ഒക്കെ ഇടാം, പക്ഷെ കള്ളൂടിയൊക്കെ നിർത്തണോ? അല്ല, കമന്റ് ഒക്കെ ഇടാം, അതിന് കുഴപ്പമൊന്നുമില്ല. അത് പക്ഷെ അത് വലിയ തീരുമാനങ്ങളൊക്കെ ഞാൻ കാരണം കൊണ്ട് എടുക്കാൻ എനിക്കറിയില്ല. അത്ര വലിയ പ്രഷർ ഉത്തരവാദിത്വം എനിക്ക് സത്യം പറയാവുന്ന റൗണ്ടാണ്. ഒരുപാട് ഇന്റർവ്യൂസിൽ ഇരുന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്റർവ്യൂസിൽ റെഗുലർ ആയിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ടൊവിനോട് ഇത് കഴിഞ്ഞ് വരും. ബാലു അങ്ങനെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും ഇത് കേൾക്കുമ്പോ വൈ അല്ല ഏറ്റവും നൺ ഓഫ് യു ബിസിനസ് അല്ല ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന ചോദ്യം നിങ്ങൾ ഒരു സിനിമയിൽ ചെയ്തു തന്നു, അതിനകത്ത് ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം പറയാവോ? അത് ചോദിച്ചില്ല. ഓക്കെ, അതായിരിക്കും. അത് മറക്കാൻ അത് എന്തുകൊണ്ടാന്ന് അറിയാമോ? അതിന്റെ പ്രശ്നം നമ്മളൊരു ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത്